Hello everyone, welcome to V and S Coding Labs, Learning by Sharing. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് while do while ലൂപ്പുകളെ കുറിച്ചാണ്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളെ റിപ്പീറ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലൂപ്പുകൾ. സോ while ലൂപ്പിൻ്റെ സിൻടാക്സ് ആണ് നിങ്ങൾക്ക് ലെഫ്റ്റ് കാണുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന ഫ്ലോ ചാർട്ടിനെ നമുക്ക് ആദ്യം വിശകലനം ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു കണ്ടീഷനെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ നമ്മൾ ലൂപ്പിൻ്റെ ബോഡിയിൽ കിടന്ന് അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അൺടിൽ അതൊരു ഫോൾസ് ആകുന്നവരെ. അതാണ് നമ്മുടെ ഫ്ലോ ചാർട്ട് കാണിക്കുന്നത്. സോ നമുക്ക് ഇതൊരു പ്രോഗ്രാം വഴി നമുക്കത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. സോ ഞാനിവിടെ എഴുതാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ഡൗൺ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ 10 എഴുതി കഴിഞ്ഞാൽ 9, 8, 7, 6 അങ്ങനെ വരുന്ന രീതിയിൽ. സോ അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് മതി നമുക്കത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാനായിട്ട്. അപ്പം നമുക്ക് ആ നമ്പേഴ്സ് മാത്രം പ്രിൻറ്റ് ചെയ്താൽ പോരെ. സോ നമ്മൾ അതിനായിട്ട് നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുകയാണ്. സോ ഞാൻ ഇവിടെ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ട് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇതിനെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യും. സോ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഏത് നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് നമ്പറിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത് എന്നാണ് നമ്മൾ പറയേണ്ടത്. സോ അതൊരു ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഈ കണ്ടീഷന് ഉള്ളിൽ കയറില്ല. പിന്നെ നമ്മൾ വൈൽ ലൂപ്പിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സിറ്റ് കണ്ടീഷൻ എപ്പോഴും നമ്മൾ വൈൽ ലൂപ്പിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് വെച്ചാൽ ഒരു ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് അത് കിടക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം ക്രാഷ് ആവാം. നമുക്കിവിടെ അടുത്ത ഈ ഔട്ട്പുട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എൻ്റർ എ നമ്പർ, ഞാനിവിടെ 9 കൊടുത്തു. കണ്ടോ, 9, 8, 7 അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വന്നു. ഗോ വരെ പ്രിൻറ്റ് ചെയ്തു. ഗോ എന്ന് പറയുന്ന ലൂപ്പിന് വെളിയിലാണ്. സോ ഞാൻ ഇനി ഇവിടെ ഒരു ബ്രേക്ക് പോയിൻ്റ് ഇട്ടിട്ട് ഞാൻ ഈ വൈൽ ലൂപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സോ ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രോംപ്റ്റ് വരും. അപ്പോൾ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്തു, 9 തന്നെ നമ്മൾ കൊടുത്തു. സോ ഇവിടെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ 9 ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് അത് വൈൽ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡിയിലോട്ട് കിടക്കും. എന്നിട്ട് അത് നമ്മുടെ 9 പ്രിൻറ്റ് ചെയ്യും. അതിന് ശേഷം ഞാൻ ഡിഗ്രിമെൻറ്റ് ചെയ്യാണ്. സോ ഞാൻ ഈ വാല്യൂ ഡിഗ്രിമെൻറ്റ് ചെയ്താലേ ഉള്ളൂ ഇത് ഒരു സമയം എത്തുമ്പോൾ ഇത് 0 ആവുകയും ഇത് എക്സിറ്റ് ആവുകയും ചെയ്യുള്ളൂ. സോ എനിക്ക് ഇവിടെ ഞാൻ അപ്ഡേഷൻ, അതിനെ നമ്മൾ അപ്ഡേഷൻ വേരിയബിൾ എന്ന് പറയും. അതായത് ഈ ലൂപ്പിലെ വേരിയബിളിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്ഡേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ മൈനസ് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ഞാൻ ഇവിടെ മൈനസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് വെച്ചാണ് കുറയ്ക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 2 സ്റ്റെപ്പ് വെച്ച് കുറയ്ക്കുകയോ 3 സ്റ്റെപ്പ് വെച്ച് കുറയ്ക്കുകയോ അത് നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ യുക്തിപരമായി നോക്കി നമുക്ക് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം. സോ ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്ന വൈൽ ലൂപ്പ്. ഇനി നമുക്ക് അടുത്തതായി ഡു വൈൽ ലൂപ്പിനെ കുറിച്ച് കാണാം. ഡു വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് ആണ് ലെഫ്റ്റിൽ കാണുന്നത്. സോ ഡു വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സും ഫ്ലോ ചാർട്ടും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതിനകത്ത് കണ്ടീഷൻ ചെക്ക് ഏറ്റവും അവസാനമാണ്. അതായത് ഇത് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമ്മുടെ ലൂപ്പ് ബോഡിക്കകത്ത് കയറുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. വൈൽ ലൂപ്പിൽ എവിടെയാണ് കണ്ടീഷൻ, സ്റ്റാർട്ടിലെ കണ്ടീഷൻ ചെക്ക് നടക്കും, എന്നിട്ടേ ലൂപ്പ് ബോഡിയിലോട്ട് കിടക്കുകയുള്ളൂ. പക്ഷേ ഡു വൈൽ ലൂപ്പിൽ നേരെ തിരിച്ചാണ്. നമ്മൾ ഒരു തവണയെങ്കിലും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ വീണ്ടും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ നമ്മളതിനെ എക്സിറ്റ് ചെയ്ത് പോകും. സോ നമുക്ക് ഡു വൈൽ ലൂപ്പ് വെച്ചൊരു പ്രോഗ്രാം നോക്കാം. ഡു വൈൽ ലൂപ്പ് സാധാരണ നമ്മൾ മെനു ഒക്കെ പ്രിൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ ഡു വൈൽ ലൂപ്പുകൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. സോ ഞാൻ അതേപോലെ തന്നെ ഒരു മെനു പ്രോഗ്രാം തന്നെയാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഒന്നെന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ വൈൽ ലൂപ്പിൽ എക്സിറ്റ് ആവില്ല. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഡൂവിലോട്ട് പോയി വീണ്ടും ഇത് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഞാൻ മേളിൽ അത് എത്ര തവണ ആ ലൂപ്പിൽ കയറി എന്നുള്ളത് കാണിക്കുന്ന രീതിയിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 0 എൻ്റർ കണ്ടോ, വൈൽ നോട്ട് ഈക്വൽ ടു 0 എന്നാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 0 എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകത്തില്ല. അതുകൊണ്ട് ആ ലൂപ്പിൽ നിന്ന് വെളിയിലിറങ്ങും. സോ നിങ്ങൾക്ക് കാണാം അവിടെ 1 എന്ന് എൻ്റർ ചെയ്താൽ കണ്ടിന്യൂ ഉണ്ടോ, അവിടെ ഹിറ്റായി അത് കണ്ടിന്യൂ ആവും. കൗണ്ടർ 1++ ആക്കി. ഈ കൗണ്ടർ ഞാൻ വെറുതെ എന്തിനാന്ന് വെച്ചാൽ എത്ര തവണ ഇത് എക്സിക്യൂട്ട് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. സോ ഇത് പ്രിൻ്റ് ആവുന്നു. ഇനി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് വന്നിരിക്കുന്നു സെക്കൻഡ് ടൈം എന്നൊക്കെ പറഞ്ഞ് വന്ന്. ഇനി അടുത്ത തവണ ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. 0 ആണ് ഞാൻ ഇൻപുട്ട് കൊടുത്തത്. അതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല. അതുകൊണ്ട് അത് എക്സിറ്റായി വെളിയിൽ വരും. സോ അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യും. ഇവിടെ ഞാൻ റിട്ടേൺ 0 ചെയ്ത് ഞാനത് പോയി. പക്ഷേ ഞാൻ വൈൽ ലൂപ്പിൽ അത് കഴിഞ്ഞ ഒരു കോഡുകൾ എക്സിക്യൂട്ട് ചെയ്തു. സോ ഇങ്ങനെ നമുക്ക്
കണ്ടോ, നമ്മൾ 2 തവണ ഇവിടെ ഈ ലൂപ്പ് ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്തു. ഇങ്ങനെ നമുക്ക് ഈ ഡു വൈൽ ലൂപ്പും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. So thank you for watching my video. Please do subscribe to my channel. Thank you.